Hi dear friends, Assalamu alaikum. ഇന്ന് നമ്മൾ ബീഫ് ഉലർത്തിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒരു 2 ദിവസം വരെ കേടുകൂടാതെ നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു ബീഫ് റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, എന്നാൽ തന്നെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ബീഫ് ഉലർത്തി ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 കപ്പ് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 വറ്റൽമുളക്, പിന്നെ നമുക്ക് വിനാഗിരി വേണം. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫെനൽ പൗഡർ വേണം, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ അതുപോലെ മല്ലിപ്പൊടി വേണം, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഈ ബീഫ് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ബൗളിലേക്ക് 1 കപ്പ് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളത്, പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ ഒരു 6-7 വറ്റൽമുളക് നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളത്, പിന്നെ അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരുപാട് ഭയങ്കര ഫൈനായിട്ടുള്ളതല്ല, ചെറുതായിട്ടൊന്ന് തരിയുള്ള ടൈപ്പാണ്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഗരം മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുത്താലും മതി. 1 ടീസ്പൂൺ ഫെനൽ പൗഡർ, അതായത് വലിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ വിനാഗിരിയാണ് ഈ ഒരു ബീഫിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്, നല്ല സോഫ്റ്റായിട്ട് നമ്മളെ ബീഫ് വരുന്നതൊക്കെ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ ആദ്യം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന 1/2 കിലോഗ്രാം ബീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റ് എല്ലാ ഒരു ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിക്കാം. എന്നിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇത് മാറ്റിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളൊന്നൊരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ഓയിൽ ചേർക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇത് നന്നായി സോട്ട് ചെയ്യാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കറി ലീവ്സ് ചേർക്കാം. കറിവേപ്പില നമുക്ക് കുറച്ച് അധികം ചേർക്കാം, നല്ല ടേസ്റ്റാണ് കറിവേപ്പില കൂടുന്നതിനനുസരിച്ച്. ഇത് നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം. നമ്മൾ ബീഫ് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതെ നമുക്ക് വേവിക്കുന്നതാണ് നല്ലത്. ചിലർക്ക് അടി പിടിച്ച് പോകുന്നുള്ള പേടിയുള്ളവർക്കാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാമെന്ന് പറഞ്ഞത്. എന്തായാലും ബീഫിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങാനുണ്ട്. വെള്ളം കൂടുന്നതിനനുസരിച്ച് നമുക്കത് വറ്റിച്ചെടുക്കാനുള്ള ടൈം കൂടും. ഒരുപാട് ഫ്ലെയിം കൂട്ടാണ്ട് നമ്മൾ സിമ്മിൽ വേവിച്ചെടുക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ വേവിക്കുക. ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. അതിൽ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതൊരു 2-3 ദിവസം വരെ കേടുകൂടാതിരിക്കും. തേങ്ങക്കൊത്തൊക്കെ ശരിക്കും മൂക്കുന്നുണ്ട്, പെട്ടെന്ന് ചീത്തയാവില്ല. ഇത് നല്ല വറ്റിച്ചെടുത്തൊരു ബ്ലാക്ക് കളറാണ് വരെ ഇളക്കി കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഉലർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.